ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊല്ലം ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. അങ്ങനെ ഇതാ നമ്മൾ കൊല്ലം ആശ്രമ മൈതാനത്താണ് ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു അപ്രതീക്ഷിതമാകുന്ന ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. സൺഡേ ആയിരുന്നുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമേ ഇല്ലായിരുന്നു, അത്ര നല്ല തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടി. അങ്ങനെ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് നനയാനും ഒക്കെ പറ്റുമായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഭയങ്കര ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള DJ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നേ. നല്ല കാറ്റും നല്ലൊരു തണുത്തൊരു ഫീലായിരുന്നു അകത്ത് കയറിയപ്പോഴത്തേക്കും. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളും നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് DJ ഇട്ടിട്ട് എല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നേ. കുട്ടികളും വലിയവരും എല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് സ്കൈ ഡൈനിങ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ലിമിറ്റഡ് സീറ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. അങ്ങനത്തെ നമ്മളും സ്കൈ ഡൈനിങ്ങിന് കയറാൻ വേണ്ടി പോവുകയാണേ. ശരിക്കും ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നേ. അവിടെ നമുക്ക് ജ്യൂസ് മാത്രമേ ഉള്ളായിരുന്നേ, ഫുള്ള് കാണാൻ പറ്റുമായിരുന്നു. കൊല്ലം ഫുള്ള് നമുക്ക് മേളിരുന്ന് കാണാൻ പറ്റുമായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ബേർഡ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എക്സ്പോ പോലെ, അതുപോലെ കാണാൻ വേണ്ടി പോയി. അവിടെ എല്ലാവരും ബേർഡ്സിനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുരങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഈസായും ഇന്നവും ഞാനും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് പിള്ളേരൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ പിന്നെ ഈസ എന്നെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ ഗൈസ്, നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഈസ അവിടെ ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നേ. അവിടെ എല്ലാവരും ക്യൂ നിൽക്കുമായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പാമ്പിനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഈസ ഒരു ഫോട്ടോ കിളിയെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ഇന്നു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നിന് പേടിയാണെന്നും പറഞ്ഞ് ഇന്നും അങ്ങ് മാറിക്കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ഇങ്ങോട്ട് വന്നേ. പിന്നെ നമ്മൾ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളവിടെ ഈസ ഇന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 4 പേരും കൂടെ നിന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ സ്കൂബ ഡൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ട് നിന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മത്സ്യകന്യകയുടെ ഒരു ഇതുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മളവിടെ നിന്നു അത് കണ്ടുകൊണ്ട്.
പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മത്സ്യകന്യയെ ഇങ്ങനെ റെഡിയാക്കി ഇരുത്തിയിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ സ്റ്റോളും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. സ്ഥിരം കാണുന്ന സ്റ്റോളുകളൊക്കെ തന്നെയായിരുന്നു. കൂടുതലും സാധനങ്ങളൊക്കെ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന അതൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പഴയകാല കുറേ മിഠായികളുടെ ഒരു കട കണ്ടു. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആ പണ്ടത്തെ മിഠായികളുടെ ആ ടേസ്റ്റ് ഒന്നും ഇല്ല ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മളൊരു നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇതാ ഈസായി ഇന്നും കൂടി ഇതാ ഒരു ബലൂൺ പോലത്തെ ഒരു സാധനത്തിലൊക്കെ കയറി കളിയായിരുന്നേ. പക്ഷേ അത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് എനിക്ക് തോന്നി. കാരണം തലയൊക്കെ വന്ന് തട്ടുന്നുണ്ടായിരുന്നേ. മോള് വന്നിട്ട് ഇങ്ങനെ കളിച്ച് തല ചുറ്റി ഇങ്ങനെ വീണു. അത് ഈ വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ ആകെ പേടിയായിപ്പോയി. പിന്നെ പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ ഷൂട്ടിങ് ഉണ്ടായിരുന്നു. അതിന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ പച്ച പാവയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ കുറേ സ്റ്റോളും കാര്യങ്ങളും പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളുടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഏകദേശം ഒരു 11-11:30 റൈഡൊക്കെ വർക്കിംഗ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.